Good morning. Our last chapter is ratio analysis. എന്താണ് അക്കൗണ്ടിങ് റേഷ്യോ അല്ലെങ്കിൽ റേഷ്യോ അനാലിസിസ് എന്നുള്ളത് നമ്മൾ നോക്കാൻ പോണത്. എന്താണ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? എ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു നമ്പേഴ്സ് ഓഫ് ദി സെയിം കൈൻഡ്. നമ്മളിപ്പോൾ റേഷ്യോ എക്സ്പ്രസ് ചെയ്യുമെന്ന് നോക്കിയാൽ 2:1 അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം ഇത് എന്താ കാണിക്കുന്നതെന്ന് പറയും റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു നമ്പേഴ്സ് ഓഫ് ദ സെയിം കൈൻഡ്. ഓക്കെ, ഇനി റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റേഷ്യോസ് യൂസ് ചെയ്തുകൊണ്ട് വി ആർ അനലൈസിങ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ റേഷ്യോ അനാലിസിസ് ഇസ് ദി വൺ ഓഫ് ദി മോസ്റ്റ് യൂസ്ഫുൾ ആൻഡ് കോമൺ മെത്തേഡ്സ് ഓഫ് അനലൈസിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ റേഷ്യോ എനേബിൾസ് ദ മാസ് ഡാറ്റ ടു ബി സമ്മറൈസ്ഡ് ആൻഡ് സിംപ്ലിഫൈഡ്. നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒറ്റ അടിക്കുന്നു ഇങ്ങനെ നോക്കിക്കൊണ്ട്. അപ്പോൾ നേരെ മറിച്ച് അതിൽ നിന്ന് ഇഫ് വി ആർ കാൽക്കുലേറ്റിംഗ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോസ് ആൻഡ് ദെൻ അനലൈസിങ് ഇറ്റ് ഈസ് എ സിമ്പിൾ ഫോം. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് റേഷ്യോ എനേബിൾസ് ദ മാസ് ഓഫ് ഡാറ്റ ടു ബി സമ്മറൈസ്ഡ് ആൻഡ് സിംപ്ലിഫൈഡ്. അപ്പോൾ എന്താണ് റേഷ്യോ എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോണത് ഒരു റേഷ്യോ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഹൗ എ റേഷ്യോ ഇസ് എക്സ്പ്രസ്ഡ്. അപ്പം നിങ്ങളെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, ടൈംസ്, ഫ്രാക്ഷൻ. അപ്പം നിങ്ങളധികം കണ്ടിട്ടുണ്ടാവും ഓരോ റേഷ്യോ. ഇപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 25%. ഇപ്പോൾ റേഷ്യോ വേണമെങ്കിൽ നമുക്ക് എന്താക്കാം എന്നാണ് പറയുന്നത്, എ റേഷ്യോ മേ ബി എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. ഇവിടെ പെർസെൻറ്റേജ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, 1 number is divided by another and it is multiplied by 100. Okay, and another way of expressing ratio is as proportion. In this case, the relationship between two figures is expressed in a common denominator. ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പോൾ കറൻറ്റ് അസറ്റ്സും കറൻറ്റ് ലയബിലിറ്റീസും തരുന്ന സമയത്ത് കറൻറ്റ് റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കറൻറ്റ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറൻറ്റ് ലയബിലിറ്റി ചെയ്യുന്നു. അപ്പോൾ വി വിൽ ഗെറ്റ് എ പ്രൊപ്പോർഷൻ. അതായത് ആൻസർ ഇങ്ങനെ ഇപ്പോൾ 1, 2 എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ആൻസർ വരും ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അവിടെ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്, ഒരു പ്രൊപ്പോർഷനായിട്ട്. അതായത് കറൻറ്റ് അസറ്റിൻ്റെ ഇത്ര പ്രൊപ്പോർഷനാണ് കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇറ്റ് ഈസ് ഓൾസോ എ വേ ഓഫ് എക്സ്പ്രസിങ് റേഷ്യോസ്. വേറൊരു വിധത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് പ്യുവർ നമ്പർ ഓർ ടൈംസ്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ലിവറേജ് പഠിച്ചിട്ടുണ്ടോ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിച്ചു, എനിക്ക് ഓർമ്മയില്ല. അതിലൊക്കെ നിങ്ങൾ ഈ ലിവറേജൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് 4 times എന്നൊക്കെയാണ് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാവുന്ന സമയത്ത് ഇൻ ദിസ് കേസ് എ റേഷ്യോ ഇസ് എക്സ്പ്രസ്ഡ് ഇൻ എ നമ്പർ ഓഫ് ടൈംസ് എ പെർട്ടിക്കുലർ ഫിഗർ ഇസ് കമ്പയർഡ് ടു അനദർ ഫിഗർ. ഇനി ഇതെല്ലാം കൂടാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും ചെയ്യാം എന്നാണ് പറയുന്നത്, ഫ്രാക്ഷനായിട്ടും റേഷ്യോ കാണിക്കുക. 1/4 എന്നൊക്കെ പറഞ്ഞ് കാണിക്കാറില്ലേ. അപ്പോൾ എ റേഷ്യോ ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ഫ്രാക്ഷൻ. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് വേസ് ഓഫ് എക്സ്പ്രസിങ് എ റേഷ്യോ. ഇനി നമ്മൾ നോക്കാൻ പോണത് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റേഷ്യോ അനാലിസിസ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്താണ് റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. It is a widely used technique of analyzing financial statements എന്നുള്ളത്. അപ്പോൾ an analysis of financial statements with the help of ratios is termed as റേഷ്യോ അനാലിസിസ്. അപ്പോൾ റേഷ്യോസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റേഷ്യോ അനാലിസിസ്. അതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മൊത്തം പഠിക്കാനുള്ളത്. അപ്പോൾ ഒരുപാട് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാവും, അതിൻ്റെ ഫോർമുല പഠിച്ച് വെക്കണം. അപ്പോൾ ഈ റേഷ്യോസ് വെച്ചുകൊണ്ട് നമ്മളിനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യാൻ പോവാണ്. നിങ്ങളെ 5th സെമസ്റ്ററിൽ നിങ്ങളിപ്പോൾ ഫിനാൻസ് എടുക്കുന്നുണ്ടെങ്കിൽ, പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്തെ നിങ്ങൾ ഫിനാൻസ് എടുക്കുകയാണെങ്കിൽ ദിസ് ചാപ്റ്റർ ഇസ് ഓഫ് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ. ഓക്കെ, അപ്പോൾ ഈ റേഷ്യോസ് ശരിക്കും പഠിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് നടത്താം ഒരു കമ്പനീൻ്റെ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് സെമസ്റ്ററിൽ. അപ്പോൾ എന്തൊക്കെയാണ് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പേർപ്പസസ് ഓഫ് റേഷ്യോ അനാലിസിസ് എന്ന് ആദ്യം നോക്കാം. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ റേഷ്യോസ് പഠിക്കുന്നതെന്നറിയോ? ടു സ്റ്റഡി ദ ഷോർട്ട് ടേം സോൾവൻസി ഓഫ് ദ ഫേം, ദെൻ ടു സ്റ്റഡി ദ ലോങ് ടേം സോൾവൻസി. ഈ സോൾവൻസി ലിക്വിഡിറ്റി ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. ലിക്വിഡിറ്റി ഓഫ് എ ഫേം എന്ന് പറഞ്ഞാൽ എന്താ, ഹൗ വിൽ യു മെഷർ ലിക്വിഡിറ്റി?
ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഫേംസ് എബിലിറ്റി ടു പേ ഓഫ് ഇറ്റ്സ് ഷോർട്ട് ടേം ഓബ്ലിഗേഷൻസ് ഇൻ ടൈം. ഓക്കെ, അപ്പം നിങ്ങൾ എത്രത്തോളം നിങ്ങളെ കറൻറ്റ് ലയബിലിറ്റീസൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട് ഔട്ട് ഓഫ് കറൻറ്റ് അസറ്റ്സ്, മനസ്സിലായല്ലോ. ആ ഫേമിൻ്റെ ആ ഒരു എബിലിറ്റിനെ നമ്മൾ ലിക്വിഡിറ്റി പറയാം. ഇനി അതിന് തന്നെയാണ് ഷോർട്ട് ടേം സോൾവൻസി എന്നും പറയാം കേട്ടോ. ഇനി ശരിക്കും ലോങ് ടേം സോൾവൻസി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? സോൾവൻസി എന്ന് ഉദ്ദേശിക്കുന്നത് ഫേംസ് എബിലിറ്റി ടു മീറ്റ് ലോങ് ടേം ഒബ്ലിഗേഷൻസ്. അതായത് നിങ്ങൾ ബാങ്കിൽ നിന്ന് കടമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം എഫിഷ്യൻ്റായിട്ട് നിങ്ങളത് മാനേജ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം കൃത്യമായിട്ട് അത് അടയ്ക്കാൻ പറ്റുന്നുണ്ട്, അതെല്ലാണ് നമ്മൾ ലോങ് ടേം സോൾവൻസിയിൽ നോക്കുന്നത്. അപ്പോൾ ഈ റേഷ്യോ അനാലിസിസ് എന്തിനെയൊക്കെ കുറിച്ച് പഠിക്കുന്നുണ്ട്? to study the short term solvency of the firm or liquidity, then to study the long term solvency of the firm, then to interpret the profitability of the firm using different types of profitability ratios. We can interpret the profitability of the firm. Profitability means firm's ability to earn more and more profits. Okay, then to measure the performance of the firm, ഓരോന്നും എങ്ങനെ എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. then to facilitate the process of financial forecasting നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് റേഷ്യോസ് വെച്ചിട്ട് ചെയ്യാം. then to facilitate comparison, and last one to communicate the strength and weaknesses of the firm. അപ്പോൾ ഇങ്ങനെ ഈ ഒബ്ജക്റ്റീവ്സ് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റേഷ്യോ അനാലിസിസ് നടത്തുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോണത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് യൂട്ടിലിറ്റി ഓഫ് റേഷ്യോസ്. അപ്പോൾ ഈ റേഷ്യോസ് ആർക്കൊക്കെയാണ് ഉപകാരമുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ഈ റേഷ്യോസ് വരുന്നത് ആർക്കൊക്കെയാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, യൂട്ടിലിറ്റി ടു മാനേജ്മെൻറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റിന് എന്തെല്ലാം ഗുണങ്ങളാണ് റേഷ്യോനെ കൊണ്ടുള്ളത് നോക്കാം. അതിൽ വരുന്നത് റേഷ്യോ അനാലിസിസ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റിന് കാര്യമായിട്ട് എന്തൊക്കെയാണ് വരിക? ഇൻ ഫോർമുലേറ്റിംഗ് പോളിസീസ്, ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, നോയിങ് ദ ട്രെൻഡ്സ് ഓഫ് ബിസിനസ്, measuring efficiency, communicating and controlling. These are the uses of ratios to management. ഇനി യൂട്ടിലിറ്റി ടു ഷെയർ ഹോൾഡേഴ്സ് ഓർ ഇൻവെസ്റ്റേഴ്സ് പറയുമ്പം ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഇൻട്രസ്റ്റഡ് വിത്ത് ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ഫേം. അപ്പോൾ an investor would normally assess the financial position of a business before he invests his money. Okay, so he is interested in the safety and security അതേമാതിരി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ഹിസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അക്കൗണ്ടിങ് റേഷ്യോസ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അക്കൗണ്ടിങ് റേഷ്യോസ് ഹെൽപ്സ് ദ പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് ഇൻ സെലക്ടിങ് ദ ബെസ്റ്റ് കമ്പനീസ് ടു ഇൻവെസ്റ്റ് ദിയർ ഫണ്ട്സ്. ഓക്കെ, ദെൻ യൂട്ടിലിറ്റി ടു ക്രെഡിറ്റേഴ്സ് കാര്യമായിട്ട് അവർക്ക് അറിയേണ്ടത് എന്താണ്? ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് ദ എബിലിറ്റി ഓഫ് എ ഫേം ടു മീറ്റ് ഫിനാൻഷ്യൽ ഓബ്ലിഗേഷൻസ്. അതായത് അവർക്ക് കൊടുക്കാനുള്ള കാശൊക്കെ കൊടുക്കാനുള്ള കപ്പാസിറ്റി കമ്പനിക്ക് ഉണ്ടോ എന്നുള്ളതാണ് അവർ ചെക്ക് ചെയ്യുക. അപ്പം ഈ റേഷ്യോസ് എങ്ങനെയാണ് ഈ ക്രെഡിറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ദ ക്രെഡിറ്റേഴ്സ് ആൻഡ് സപ്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദോസ് ഹു സപ്ലൈ ഗുഡ്സ് ടു ദ ഫേം ഓൺ ക്രെഡിറ്റ് ബേസിസ്. സോ ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ദി ഫേം. സോ ടു നോ ദ ലിക്വിഡിറ്റി പൊസിഷൻ, അതായത് അവരുടെ ആ കപ്പാസിറ്റി ടു മീറ്റ് ദ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് ഇൻ ടൈം, ദീസ് റേഷ്യോസ് ആർ ഓഫ് ഇമ്മൻസ് ഹെൽപ്പ്. ഓക്കെ, അപ്പം റേഷ്യോ അനാലിസിസിൻ്റെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ചോദിച്ചാൽ നിങ്ങൾ ഇതൊക്കെ എഴുതിക്കൊള്ളണം. ഈ യൂട്ടിലിറ്റി ടു എംപ്ലോയീസ് വരുന്നുണ്ട്. എംപ്ലോയീസിന് ഏതൊക്കെ തരത്തിലാണ് ഗുണപ്പെടുന്നത് നോക്കാം. ദ എംപ്ലോയീസ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ കമ്പനി, അല്ലെങ്കിൽ ദിയർ വേജസ്, ഫ്രിഞ്ച് ബെനിഫിറ്റ്, വർക്കിംഗ് കണ്ടീഷൻസ് ആർ റിലേറ്റഡ് ടു പ്രോഫിറ്റ് ഏൺ ബൈ ദി കമ്പനി. അപ്പോൾ എംപ്ലോയീസിനും അറിയേണ്ടത് കമ്പനിക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. ആ പ്രോഫിറ്റിനനുസരിച്ചിട്ടാണ് അവർക്ക് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റ്സും ഉണ്ടാവുക. സോ ദേ വാണ്ട് ടു നോ ദ പ്രോഫിറ്റബിലിറ്റി ഫോർ ഡിമാൻഡിങ് വേജ് ഇൻക്രീസ് ആൻഡ് അതർ ബെനിഫിറ്റ്സ്. അപ്പോൾ ഇങ്ങനെ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഏത് റേഷ്യോസ് നമ്മൾ യൂസ് ചെയ്യും? പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് കം ടു ദിയർ ഹെൽപ്പ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, യൂട്ടിലിറ്റി ടു ഗവൺമെൻറ്. റേഷ്യോസ് ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് യൂസ് റേഷ്യോ അനാലിസിസ് ഫോർ സ്റ്റഡിയിങ് ദ കോസ്റ്റ് സ്ട്രക്ചർ ഓഫ് ദി ബിസിനസ്. ഓക്കെ, കോസ്റ്റ് സ്ട്രക്ചർ. അപ്പം കോസ്റ്റ് സ്ട്രക്ചർ പഠിച്ചിട്ട് വേണം എന്ത് നടത്താൻ വേണ്ടിയിട്ട്? ഗവൺമെൻറ് ക്യാൻ ഫോർമുലേറ്റ് വേരിയസ് പോളിസീസ്. അപ്പോൾ അവരിത് ഈ കോസ്റ്റ് കൺട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുന്നതെന്നാണ് പറയുന്നത്?
the government also uses. It can implement the price control measures to protect the interest of the consumers. അപ്പോൾ ഏകദേശം കോസ്റ്റ് സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് ഡിമാൻഡ് ചെയ്യുക കമ്പനീസിൻ്റെ അടുത്ത് പ്രൈസസ് കുറയ്ക്കണോ കൂട്ടണോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ദെയർ ബൈ ഇറ്റ് റിസൾട്ട്സ്, അല്ലെങ്കിൽ ഇത് എന്തിനു വേണ്ടിയിട്ട് എങ്ങനെ ഗവൺമെൻറ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്, ടു പ്രൊട്ടക്റ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. ഇപ്പോൾ റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നാണ് പറയുന്നത്, ഇറ്റ് ഹെൽപ്സ് ടു ജഡ്ജ് ഓപ്പറേഷണൽ എഫിഷ്യൻസി, ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റി, സോൾവൻസി ആൻഡ് ദ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഓഫ് എ ഫേം. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് റേഷ്യോസ് മനസ്സിലാക്കി വെക്കുക. ഇനി അതേമാതിരി ബാങ്ക്സിന് ഇറ്റ് എനേബിൾസ് ദ ബാങ്ക്സ് ഓർ ലെൻഡേഴ്സ് ടു അറൈവ് അറ്റ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ്: liquidity position, profitability, solvency, financial stability, quality of the management, safety and security of loans and advances. ഇനി നോക്കാൻ പോണത് വാട്ട് ആർ ദ, അപ്പോൾ അഡ്വാൻറ്റേജസ് നമ്മൾ കഴിഞ്ഞു. അതായത് എന്തിനൊക്കെയാണ് റേഷ്യോ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് പഠിച്ചിട്ടുള്ളത്. ഇറ്റ് എയ്ഡ്സ് ടു മെഷർ ജനറൽ എഫിഷ്യൻസി, ഇറ്റ് ഹെൽപ്സ് ടു മെഷർ ഫിനാൻഷ്യൽ ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി, and it also helps in forecasting and planning, and it facilitates decision making and effective control and performance tool. What are the limitations of ratio analysis നോക്കാം. ഫസ്റ്റ് വൺ, അതായത് അക്കൗണ്ടിങ് റേഷ്യോസ് സഫേഴ്സ് ഫ്രം സെവറൽ ഡിഫക്ട്സ് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് നോക്കാം, എന്തൊക്കെ ലിമിറ്റേഷൻസ് എന്നാണ് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻഹെറൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അതായത് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് വെച്ചും കൊണ്ടാണ്, നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ്. അതായത് അക്കൗണ്ടിങ് റെക്കോർഡ്സ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെയർഫോർ റേഷ്യോസ് ഓൾസോ സഫേഴ്സ് ഫ്രം ദ ഇൻഹെറൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. അക്കൗണ്ടിങ് റെക്കോർഡ്സിന് എന്തൊക്കെ പോരായ്മകളുണ്ടോ അത് എവിടെയും പ്രതിഫലിക്കും, ഈ റേഷ്യോ കാണുന്ന സമയത്തോ അതിലും ഉണ്ടാവും. അതാണ് ഇൻഹെറൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ഇഗ്നോർഡ്. അതായത് നമ്മൾ റേഷ്യോയിൽ ഏത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, മോണിറ്ററി ഐറ്റംസ് ആർ കൺസിഡർ. അപ്പോൾ റേഷ്യോ അനാലിസിസ് ഇഗ്നോർസ് ദ നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് സച്ച് ആസ് മൊറൈൽ ആൻഡ് ലോയൽറ്റി ഓഫ് എംപ്ലോയീസ്, ഹ്യൂമൻ റിലേഷൻസ് എക്സെട്ര. ദെൻ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ്, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഓൺലി ക്വാണ്ടിറ്റി മാത്രമേ അവിടെ നോക്കുന്നുള്ളൂ. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അതായത് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ ലൈക്ക് ബാങ്ക് വുഡ് ലൈക്ക് ടു നോ അബൌട്ട് ദ ക്യാരക്ടർ ഓഫ് ദ ബോറോവർ ഇൻ അഡീഷൻ ടു ഹിസ് ഫിനാൻഷ്യൽ പൊസിഷൻ. പൈസ ഉണ്ടായിന്ന് പറഞ്ഞിട്ട് കാലം, അയാൾക്ക് തിരിച്ചടയ്ക്കാനുള്ളൊരു മനസ്സും കൂടെ വേണമല്ലോ. അപ്പോൾ അതൊന്നും നോക്കുന്നില്ല റേഷ്യോ അനാലിസിസിൽ. ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ആർ ഇഗ്നോർഡ്. ദെൻ നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ജഡ്ജ്മെൻറ്റ്. റേഷ്യോസ് എന്ന് പറയുന്നത് ഡു നോട്ട് മേക്ക് കൺക്ലൂഷൻസ്, ഇറ്റ് ഈസ് ഓൺലി എ ടെക്നിക് ഫോർ മേക്കിംഗ് ജഡ്ജ്മെൻറ്റ് ആൻഡ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ജഡ്ജ്മെൻറ്റ്. അതായത് ഇതൊരു ടെക്നിക് മാത്രമാണെന്നേ ഉള്ളൂ, ഇത് വെച്ചും കൊണ്ട് വേണം മാനേജേഴ്സ് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് റേഷ്യോ അവിടെ കണ്ടുപിടിച്ചെന്ന് വെച്ചിട്ട് ഇറ്റ് ഹാസ് ഓഫ് നോ യൂസ്. ദെൻ നീഡ് ഫോർ കമ്പാരിറ്റീവ് അനാലിസിസ്. സിംഗിൾ റേഷ്യോ വിൽ നോട്ട് ബി മച്ച് ഹെൽപ്ഫുൾ. ഇപ്പോൾ കറൻറ്റ് റേഷ്യോ 2020 കറൻറ്റ് റേഷ്യോ മാത്രം കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. Hence, it is essential to calculate a number of ratios. While drawing conclusions, it is necessary to make a comparative analysis of all relating ratios എന്നാണ് പറയുന്നത്. Then lack of adequate standards. എല്ലാ റേഷ്യോസിനും സ്റ്റാൻഡേർഡ്സ് ഒന്നുമില്ല. അപ്പോൾ കാൽക്കുലേറ്റഡ് റേഷ്യോസ് ആർ ടു ബി കമ്പയർഡ് വിത്ത് ദ സ്റ്റാൻഡേർഡ് റേഷ്യോസ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദർ ആർ നോ വെൽ ആക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഓൾ റേഷ്യോസ് എന്നാണ് പറയുന്നത്. ഇതും ഒരു ലിമിറ്റേഷനാണ്. ഓക്കെ. ദെൻ വിൻഡോ ഡ്രസ്സിങ്. ചില ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ വിൻഡോ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രോഫിറ്റൊക്കെ കൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ട് അവർ വേറെ എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ കാണിക്കും. അപ്പോൾ ദിസ് ഈസ് ഡൺ ബൈ മാനിപ്പുലേറ്റിംഗ് അക്കൗണ്ട്സ് വിത്ത് എ വ്യൂ ടു പ്രസൻറ്റ് എ ബെറ്റർ പിക്ചർ ഓഫ് ഇറ്റ്സ് ഫിനാൻഷ്യൽ ആൻഡ് പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ ദാൻ വാട്ട് ആക്ച്വലി ഇറ്റ് ഈസ്. അതിനെയാണ് വിൻഡോ ഡ്രസ്സിങ് എന്ന് പറയുക. അപ്പോൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോസൊക്കെ എന്താണെന്നാണ് പറയുന്നത്, ദേ ആർ നോട്ട് റിലയബിൾ. ദെൻ ലാസ്റ്റ് വൺ, പ്രൈസ് ലെവൽ ചേഞ്ചസ്. പ്രൈസ് ലെവൽ ചേഞ്ചസിൽ ഉദ്ദേശിക്കുന്നത് ഇറ്റ് മേ എഫക്റ്റ് ഇപ്പം കഴിഞ്ഞ വർഷത്തെ ഇപ്പോൾ ഗോൾഡിൻ്റെ എന്തെങ്കിലും ഒന്ന് കമ്പയർ ചെയ്യണം, കഴിഞ്ഞ വർഷത്തെ ഗോൾഡിൻ്റെ റേറ്റും ഇപ്രാവശ്യത്തെ ഗോൾഡിൻ്റെ റേറ്റുമായിട്ട് ഭയങ്കര അന്തരമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് റേഷ്യോസിനെ കൊണ്ട് വലിയ ഗുണമില്ല.
മനസ്സിലായല്ലോ. പിന്നെ പേഴ്സണൽ ബയസ് പറയുന്നുണ്ട്. ഓരോ ആളുകൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത് ഒരേ റേഷ്യോ തന്നെ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത് പല രീതിയിലാവാം. കാരണം ഒരു സ്റ്റാൻഡേർഡ് റേഷ്യോ കാര്യമായിട്ടില്ല പറഞ്ഞല്ലോ. അപ്പോൾ ഡിഫറെൻറ്റ് പീപ്പിൾ മേ ഇൻ്റർപ്രറ്റ് ദ സെയിം റേഷ്യോ ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. റേഷ്യോ അനാലിസിസിൽ നാളെ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോസ് തുടങ്ങാം. താങ്ക് യു.